മുത്തുമണീസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് പതിവ് പോലെ നമ്മൾ അടുക്കളയിൽ തന്നെ കയറിയിട്ടുള്ള ആദ്യം തന്നെ തേങ്ങ ഒക്കെ ചിരണ്ടാന്ന് വെച്ചു. ചോറ്റിനെല്ലാം വെള്ളം വെക്കാൻ വേണ്ടി തീ പിടിപ്പിച്ചു. തീ കത്തുന്ന സമയത്ത് വെള്ളമൊക്കെ എടുത്തു. അങ്ങനെ വെള്ളം അടുപ്പത്ത് വെച്ചാൽ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരിയൊക്കെ എടുക്കാം. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ നമുക്ക് ദോശക്കുള്ള അരി എടുക്കാം. ഇന്ന് അരി ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള അരിയൊക്കെ അരച്ചു. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉച്ചക്കത്തെ എല്ലാം ഭയങ്കര സ്പീഡിൽ അങ്ങനെ നടന്നു കൊടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് കഴിഞ്ഞ് അടുത്ത ഡ്യൂട്ടി ഉണ്ട്, നമുക്ക് കുറേ ക്ലീനിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ പണിയൊക്കെ കഴിഞ്ഞ് സമാധാനമായിട്ട് എല്ലാം ടയർഡായി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് ഫുഡ് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ചോറ്റിനുള്ള അരിയൊക്കെ കഴുകി അരി ഇട്ടു. അപ്പോൾ അരി തിളക്കുന്ന സമയത്ത് നമുക്ക് മീൻ കഴുകുക. ഇന്ന് കിട്ടിയത് നമ്മൾ സ്വന്തം പിയാപ്പിള മീനാണ്. അപ്പോൾ അത് നല്ല മുളകിട്ട് പൊരിക്കാമെന്ന്. അങ്ങനെ തേങ്ങ അരച്ച കറി എന്താണെന്ന് വെച്ചാൽ ചെമ്മീനാണ്, കുഞ്ഞി ചെമ്മീനാണ് കിട്ടിയിട്ടുള്ളത്. അതൊന്നും തൊളിക്കാൻ നമുക്ക് പറ്റില്ല. അങ്ങനെ ഉമ്മാനെടുത്ത് കൊടുത്തിന്. ഉമ്മ അങ്ങ് ക്ലീൻ ആക്കുന്നുണ്ട്. അപ്പോൾ പൊരിക്കാനുള്ള മീൻ നമ്മൾ നന്നായിട്ടൊന്നും ഇങ്ങനെ മുറിച്ച് കൊടുത്താലേ നല്ല മസാല ഒക്കെ പോയിട്ട് നല്ല ടേസ്റ്റാണ്. അതുപോലെ വേറെ തന്നെ എല്ലാ മീനും കാട്ടി ഒരു പ്രത്യേക ടേസ്റ്റുള്ളതാണ് നമ്മൾ പിയാപ്പിള മീൻ. അപ്പോൾ വേറെ സ്ഥലത്ത് എന്തൊക്കെ പറയുന്നില്ല, ഇവിടെ 2 പേരുണ്ട്. പിയാപ്പിള എന്ന് പറയും, പിന്നെന്താ ചുവന്ന കീരിയ അങ്ങനെ എന്തൊരു പേര് പറയും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോകുന്ന ഒന്നുമല്ല ഗൈസ്. നല്ല സുഖമില്ല, തണുപ്പും ഒക്കെ പൊടിച്ച് നല്ലോണം ജലദോഷമൊക്കെ ആയിട്ട് ഡോക്ടറെ കണ്ടിട്ടാണുള്ളത്. അപ്പോൾ അങ്ങനെ മീനൊക്കെ റെഡിയായി അങ്ങനെ മറച്ചിടുന്നു. ഇനി ഉച്ചക്കുള്ള എന്തൊക്കെയാണ് നിങ്ങൾ. അപ്പോൾ ചായ ആദ്യം തന്നെ നമുക്ക് രാവിലത്തെ ഒക്കെ കൊടുക്കാം. അങ്ങനെ ചായ ഒക്കെ റെഡി. അപ്പോൾ ഇത് എന്തിനാണെന്നറിയാം ഇങ്ങനെ ആക്കുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടാകും. നമ്മൾ ചായപ്പൊടിയൊക്കെ തിളച്ച് അതിൻ്റെ വെള്ളമൊക്കെ അതിൽ ഇറങ്ങിയാൽ നല്ല ചായ അടിപൊളി ടേസ്റ്റായിട്ടുണ്ടാകുക. അങ്ങനെ ഇന്ന് വറവിനുള്ള പയറാണ് ഉള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് ഇപ്പോൾ ചെമ്മീനിലുള്ള ഉള്ളി തക്കാളിയൊക്കെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത് നമുക്ക് തേങ്ങ അരക്കണം. തേങ്ങ അരക്കാനുള്ള നിങ്ങൾക്ക് അറിയാമല്ലോ, എല്ലാ വീഡിയോയിലും ഇട്ടിട്ടില്ല. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടന് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാനും മറക്കില്ല. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഇടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് പോലെ ഇനിയുള്ള വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്തേക്ക്. ഇന്നത്തെ വീഡിയോ ഇത്രയല്ല, അടുത്ത വീഡിയോ എടുക്കണം. ബൈ ഗൈസ്.